ഹലോ, ഇറ്റ്സ് മീ ഗോബു ചിന്തുവിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഔട്ടിംഗ് ഡേ ആണ്. ഞാനും ചേട്ടനും കുഞ്ഞാവയും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വൈഫുമായിട്ട് കോഴിക്കോട് വരെ ഒന്ന് പോവുകയാണ് കേട്ടോ. അപ്പോൾ സൺഡേ രാവിലെ ഒരു 11:30 ആയി നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. അപ്പം നമ്മൾ ചേട്ടൻ്റെ കൂട്ടുകാരനെയും വൈഫിനെയും പിക്ക് ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കോഴിക്കോടാണെന്നറിയാം, പക്ഷെ അവിടെ ചെന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പ്ലാനും ഇല്ല. ചുമ്മാ അങ്ങോട്ട് പോവുകയാണ്. വെയിലില്ലാന്നുണ്ടെങ്കിൽ ബീച്ചിൽ പോവാം, അല്ലാന്നുണ്ടെങ്കിൽ സിനിമയിൽ കയറാം, പിന്നെ അവിടെ മറ്റു മിഠായി തെരുവൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ പോവാം എന്നൊക്കെ പ്ലാനിങ്ങിലാണ്. എന്താണെന്ന് അറിയില്ല. എന്തായിരുന്നാലും അവിടെ ചെന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ ചേട്ടൻ്റെ കൂട്ടുകാരനും വൈഫിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അവരിപ്പോൾ വരും. അപ്പോൾ ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ പേര് വിഷ്ണു എന്നാണ്. വിഷ്ണു ചേട്ടൻ്റെ വൈഫിൻ്റെ പേര് ഭവ്യ എന്നാണ്. ഭവ്യ വർക്കിംഗ് ആണ് കേട്ടോ. അപ്പം ഭവ്യ വെക്കേഷന് വേണ്ടിയിട്ട് ഒരാഴ്ച വന്നപ്പോഴത്തേക്കുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മൾ കണ്ടപ്പോൾ തന്നെ സെയിം വേവ് ലെങ്താണ്, ഒരേ വൈബാണ് കേട്ടോ. അപ്പം നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങ് ഫ്രണ്ട്സായി. എത്രയോ മുമ്പേ പരിചയമുള്ള ഒരാളെ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഭവ്യയ്ക്കും അങ്ങനെ ആയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് വിഷ്ണു ചേട്ടൻ പണ്ട് ഹോസ്റ്റലിൽ പഠിച്ചിരുന്ന സമയത്തുണ്ടായ പ്രേത കഥകളും അവിടുത്തെ അനുഭവങ്ങളും ഒക്കെ ഇങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം വിഷ്ണുട്ടൻ ഒരു കഥ പറഞ്ഞ് നിർത്തുമ്പോഴത്തേക്കും ബാക്കി കൂടെ പറ, ചേട്ടാ അടുത്ത കഥ പറ, ബാക്കി പറ എന്ന് പറഞ്ഞ് ഭയങ്കര ഇൻട്രസ്റ്റിൽ കഥകളൊക്കെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷേ അത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. കാരണം കഥകളൊക്കെ കേട്ട അന്ന് രാത്രി തൊട്ട് ഒരാഴ്ചത്തേക്ക് എൻ്റെ ഉറക്കം പോയി കിട്ടി. ആ കഥകളൊക്കെ ഞാൻ പിന്നെ ഒരവസരത്തിൽ നിങ്ങളൊരു ഷെയർ ചെയ്യാം. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഫറൂഖ് ഓട് കമ്പനി കണ്ടു. അതായത് ഇന്ത്യൻ ഓട് വ്യവസായത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന 1878 സ്ഥാപിക്കപ്പെട്ട ഓട് ഫാക്ടറിയാണത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇറങ്ങി കണ്ടിട്ട് നമ്മളവിടെ തിരിച്ചു. പോകുന്ന വഴിക്ക് ഫറൂഖ് പാലം കണ്ടു. അതും 132 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ പണി കഴിപ്പിച്ച വളരെ മനോഹരമായിട്ടൊരു ഫറൂഖ് പാലം. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴും ഈ പാലത്തിൽ കൂടെയൊക്കെ കടന്ന് പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും വിഷ്ണു ചേട്ടൻ്റെ ഒരു വ്ളോഗിങ് തന്നെ ഉണ്ടായിരുന്നു. അത് പറ്റുമെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇതാണ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് 1848 കിട്ടിയ ഫറൂഖ് പാലം. അങ്ങനെ നമ്മൾ കോഴിക്കോട് ഒരു 2:30 ആയപ്പോഴത്തേക്കും എത്തി. അവിടെ ടോപ്പ് ഫോം റെസ്റ്റോറൻറ്റ് കയറി. അവിടുത്തെ ബിരിയാണി ഭയങ്കര ഫേമസ് എന്നൊക്കെ പറഞ്ഞിട്ട്, ടേസ്റ്റിയാണെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണു ചേട്ടനാണ് നമ്മളവിടെ കൊണ്ടുപോയത്. അവിടെ എത്തി നമ്മൾ ഓർഡറൊക്കെ കൊടുത്ത സമയത്ത് ഞാൻ കുഞ്ഞാവയ്ക്ക് കൂരവ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവന് കൂരവ് കൊടുത്ത് സെറ്റാക്കി. അവ അവിടെ മിണ്ടാതിരുന്നോളെന്ന് വിചാരിച്ചു. നമ്മുടെ പ്രതീക്ഷകൾ അത്രയും തെറ്റിച്ചു. ഭയങ്കര സീനായിരുന്നു കേട്ടോ. ആദ്യം കുറച്ച് നേരമൊക്കെ മിണ്ടാതിരുന്നെങ്കിലും പിന്നെ സീനായിരുന്നു. പിന്നെ ചിന്തുചേട്ടൻ പെട്ടെന്ന് തന്നെ ബിരിയാണി കഴിച്ചിട്ട് അവനെടുത്തുകൊണ്ട് പുറത്തു പോയി. ആ സമയത്താണ് ഞാൻ ഇത്രയൊന്ന് ആസ്വദിച്ച് കഴിച്ചത്. അപ്പോഴത്തേക്കും ഒരു രക്ഷയില്ല കേട്ടോ. അവിടുത്തെ ബിരിയാണി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബിരിയാണി സൂപ്പറാണ്. ഭവ്യ മീൻകറിയാണ് ഓർഡർ ചെയ്തത്. അവൾ ചിക്കൻ കഴിക്കാത്തതുകൊണ്ട് മീൻകറിയാണ് കഴിച്ചത്. മീൻകറി സെറ്റായിരുന്നു. എന്തിനു പറയുന്ന ഒരു ലൈം ജ്യൂസ് കുടിച്ചത്, അതുപോലും സൂപ്പറായിരുന്നു. പിന്നെ നമ്മളൊരു ബീഫ് റോസ്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. അത് പൊളിയായിരുന്നു. എല്ലാം കൊണ്ടും അടിപൊളി ചോയ്സ് ആയിരുന്നു കേട്ടോ ആ ഒരു റെസ്റ്റോറൻറ്റ്. ചിന്തിച്ചേട്ടന് അങ്ങനെ ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ. കുഞ്ഞ് കരഞ്ഞുകൊണ്ട് പെട്ടെന്ന് കഴിച്ചിട്ട് അവനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പീഡിൽ കഴിക്കേണ്ടി വന്നു. പക്ഷേ എല്ലാവരുടെയും പ്ലേറ്റ് കാലിയായിരുന്നു. ആദ്യമായിട്ടാണ് നമ്മളെല്ലാവരും പ്ലേറ്റ് ഇങ്ങനെ കാലിയാക്കി ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. സൂപ്പർ ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ഒരു കേക്കുകളും കൂടെ വാങ്ങിച്ച ശേഷം നമ്മൾ നേരെ SM സ്ട്രീറ്റിലോട്ടാണ് പോയത്. നമുക്കൊരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. SM സ്ട്രീറ്റ് കഴിഞ്ഞിട്ട് ഹൈലൈറ്റ് മോളിൽ കയറണം എന്നൊക്കെ. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം SM സ്ട്രീറ്റിൽ തന്നെ ഒരു ദിവസം ഫുള്ളിരുന്നാൽ പോലും കണ്ടു തീർക്കാൻ പറ്റാത്ത അത്രയും സാധനങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ പോയപ്പോഴത്തേക്കും കുറച്ചൊന്നും മഴയുടെയൊക്കെ ഒരു ലക്ഷണമുണ്ടായിരുന്നു. പിന്നെ വലിയ സീനില്ല. നമ്മളിങ്ങനെ നടന്നു തുടങ്ങി. നടന്നെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അത്രയ്ക്കുണ്ട് കാണാനും കടകളിൽ കയറാനും ആയിരുന്നാലും. അപ്പോൾ ചിന്തുചേട്ടൻ്റെ കയ്യിൽ കുഞ്ഞാവേനെ ഏൽപ്പിച്ചിട്ട് ഞാനും ഭവ്യയും കൂടെ ഓരോ കടകളിലായിട്ട് അങ്ങ് കയറി തുടങ്ങി. അപ്പോൾ അതൊന്നും ഡീറ്റെയിൽഡായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ചിന്തുചേട്ടനും കുഞ്ഞ് വാവ കയ്യിലുള്ളതുകൊണ്ട് കൂടെ നടന്ന് വീഡിയോ എടുത്തുതരാനും പറ്റിയില്ല. എങ്കിലും പറ്റുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഓരോരുത്തർ കടയിലുള്ളിലേക്ക് വിളിക്കുന്നത്. എന്ത് വില കുറവാണുള്ളിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമ്മൾ കുറേ നേരം അത് തന്നെ ഇങ്ങനെ പാടി നടന്നത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ഞാനിതിൽ ആഡ് ചെയ്യാം. വിഷ്ണു ചേട്ടൻ്റെ പിന്നെ വായന ഇതുവരെ അത് പോയിട്ടില്ല. ഇപ്പോഴും അത് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ഞാൻ ആഡ് ചെയ്യാം, നിങ്ങൾ കേട്ടോളൂ. ഇതാണ് ഒറിജിനൽ വേർഷൻ. ഇനി വിഷ്ണു ചേട്ടൻ്റെ വേർഷനും കൂടെ ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം.
എന്ത് ബലക്കൊരവാണുള്ളില്, എന്ത് ബലക്കൊരവാണുള്ളില്. അങ്ങനെ നമ്മളിതൊക്കെ പറഞ്ഞ് കുറേ ചിരിച്ചു. കാരണം അവിടുത്തെ കടലിലേക്ക് വിളിക്കുന്ന ആ ഒരു രീതിയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ പറഞ്ഞ് നമ്മൾ ഇമിറ്റേറ്റൊക്കെ ചെയ്ത് കുറേ ചിരിച്ചു. പിന്നെ നമ്മൾ SM സ്ട്രീറ്റിൽ കയറാത്ത കടകളൊന്നും ബാക്കിയില്ല. എല്ലാ വലിയ വലിയ ഷോപ്പിലായിരുന്നാലും കുഞ്ഞു കുഞ്ഞ് സ്ട്രീറ്റിൽ വെച്ചിരിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഷോപ്സിലായിരുന്നാലും എല്ലാത്തിലും കയറി. ഞങ്ങളുടെ മെയിൻ ഹോബി എന്തെന്ന് വെച്ചാൽ ഓരോ കടയിലും കയറും, ഓരോന്നിൻ്റെ റേറ്റ് ചോദിക്കും, ഇറങ്ങും. ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. ചുമ്മാ SM സ്ട്രീറ്റിൽ തുടക്കം തൊട്ട് അവസാനം വരെയുള്ള എല്ലാ കടയിലും കയറി റേറ്റ് ചോദിച്ചിട്ട് ഇറങ്ങലായിരുന്നു നമ്മുടെ പരിപാടി. പിന്നെ നമ്മൾ കോഴിക്കോട് വരെ വന്നിട്ട് കോഴിക്കോട് ഹൽവ വാങ്ങാതിരുന്ന മോശമല്ലേ. അങ്ങനെ നമ്മൾ കുറച്ച് കോഴിക്കോട് ഹൽവ വാങ്ങിച്ചു. പിന്നെ എനിക്കൊരു ഷൂസ് എടുത്തു, ഭവ്യയ്ക്കൊരു ടോപ്പ് എന്തോ എടുത്തു. അപ്പോൾ അത്രയൊക്കെ നമ്മളവിടെ വാങ്ങിച്ചുള്ളൂ. പിന്നെ അവർ കുറച്ച് വാച്ചുകളൊക്കെ റിലേറ്റീവ്സ് എന്തോ കൊടുക്കാൻ വേണ്ടിയിട്ട് വാച്ച് എന്തോ എടുത്തു. പിന്നെ വേറൊന്നും നമ്മൾ ചെയ്തില്ല കേട്ടോ. പിന്നെ മഴ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മളൊരു അവിടുത്തെ തന്നെ ഒരു മഴ നനയാതിരിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ഓരോ കോഫിയും കുടിച്ചിട്ട് തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാവൻ ഭയങ്കര കൂളായിട്ട് തന്നെ ഇരുന്നു കേട്ടോ. ഇടയ്ക്കൊരു സമയത്ത് മാത്രം ചെറിയതായിട്ടൊരു ഉറക്കമൊക്കെ വന്നൊരിതായിരുന്നു. പിന്നെ സെറ്റായി. അവനും ഇത്രയും തിരക്കൊക്കെ കണ്ട ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര എന്ന് വെച്ചാൽ ഒരു കടലിളവി വന്ന കണക്കുള്ള ആൾക്കാരായിരുന്നു. കോഴിക്കോട് നഗരം ഫുള്ള് SM സ്ട്രീറ്റിനകത്ത് തന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അത്രമാത്രം തിരക്കായിരുന്നു. പിന്നെ മഴ തുടങ്ങിയ ശേഷമാണ് ജസ്റ്റ് ഇതാ ഈ കാണുന്ന തരത്തിൽ നമുക്ക് ഇത്ര ഒരു ശാന്തത അവിടെ കാണാൻ പറ്റിയത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.